ഇനിയുള്ള പ്രശ്നം ഈ നമ്മുടെ പഴയ ഹാർഡ് ഡിസ്ക് HDD എന്ന് പറയുന്ന നമ്മൾ മാറ്റിയ പഴയ ഹാർഡ് ഡിസ്ക് എന്ത് ചെയ്യുമെന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് ഈ 2.5 ഇഞ്ച് ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്യുന്ന കേസുകൾ വാങ്ങിക്കാൻ കിട്ടും. ഒരു 450 രൂപ 700 രൂപ വരെ വിലയുള്ള കേസുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ കേസിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇന്നത്തെ ടിപ്സ്. അതായത് പഴയ എല്ലാ ലാപ്ടോപ്പുകളിലും CD ഡ്രൈവുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ CD ഡ്രൈവ് വളരെ റയറായിട്ടാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ, വളരെ അപൂർവമായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം പെൻ ഡ്രൈവുകളും മെമ്മറി കാർഡുകളും വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ സമയത്ത് നമ്മൾ വളരെ അപൂർവമായിട്ട് ഈ CD ഡ്രൈവുകൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ CD ഡ്രൈവിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പഴയ ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കാഡി എന്ന് പറയുന്ന സംഭവം. കാഡി എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രേ ആണ്. അതായത് നമ്മുടെ 2.5 ഇഞ്ച് സൈസ് വരുന്ന ഹാർഡ് ഡിസ്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ട്രേ ആണ് കാഡി എന്ന് പറയുന്നത്. നമ്മുടെ ലാപ്ടോപ്പുകളിലുള്ള CD ഡ്രൈവ് റിമൂവ് ചെയ്ത് അവിടേക്ക് ഈ കാഡി കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മുടെ ലാപ്ടോപ്പിന് 2.5 ഇഞ്ച് ഇറക്കി വെക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കാണാം, സ്ക്രീനിൽ കാണാം. ആ ഗ്യാപ്പിൻ്റെ അകത്തേക്ക് നമ്മുടെ 2.5 ഇഞ്ച് ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പഴയ CD ഡ്രൈവ് റിമൂവ് ചെയ്ത് ആ റിമൂവ് ചെയ്യുന്ന പ്ലേസിലേക്ക് ഈ ഒരു കാഡി ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം CD ഡ്രൈവ് റിമൂവ് ചെയ്യണം. CD ഡ്രൈവ് റിമൂവ് ചെയ്തിട്ട് CD ഡ്രൈവിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു ടോപ്പ് നമ്മൾ മാറ്റി വെക്കണം. ആ ടോപ്പ് നമ്മുടെ കാഡിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ്. ആ ടോപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ CD ഡ്രൈവ് ഇല്ല, നമ്മൾ റീപ്ലേസ് ചെയ്തതിൻ്റെ യാതൊരുവിധ അടയാളങ്ങളും അവിടെ കാണാൻ കഴിയില്ല. CD ഡ്രൈവിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്ത് കാഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ലാപ്ടോപ്പിൻ്റെ CD ഡ്രൈവിൻ്റെ ഗ്യാപ്പിലേക്ക് ഈ കാഡി വളരെ നീറ്റായിട്ട് നമുക്ക് ഇൻസൈഡ് ചെയ്ത് വെക്കാൻ കഴിയും. 2 ഡയമെൻഷണൽ ഈ കാഡി എന്ന് പറയുന്ന ഡിവൈസ് വരുന്നുണ്ട്. ഒന്ന് 9.5 mm തിക്നെസ് ഉള്ള കാഡിയാണ് വരുന്നത്. അതാണ് പുതിയ ലാപ്ടോപ്പുകളിലേക്ക്, അതായത് 2015, 2016 സമയത്തൊക്കെ ഇറങ്ങിയിരിക്കുന്ന ലാപ്ടോപ്പുകളിലേക്ക് ഈ 9.5 mm വരുന്ന കാഡികളാണ് ഉപയോഗിക്കേണ്ടത്. അതിന് മുമ്പ് ഏകദേശം 2011-10 സമയത്ത് ഇറങ്ങിയിരിക്കുന്ന ലാപ്ടോപ്പുകളാണെങ്കിൽ മിക്കവാറും അത് ബിഗ് സൈസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ വരുന്ന കാഡി ആയിരിക്കും. അതാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഏത് ടൈപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് വാങ്ങിക്കാൻ പോകാൻ, അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പോകാൻ. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് സ്ക്രൂ വരുന്നത്. നമുക്ക് സ്ക്രൂ എക്സ്ട്രാ വാങ്ങേണ്ടതില്ല. കാഡി വാങ്ങുന്ന സമയം തന്നെ അതിൻ്റെ കൂടെ സ്പെയർ ആയിട്ട് ഇതിൻ്റെ സ്ക്രൂ തരുന്നുണ്ട്. അപ്പോൾ അസംബ്ലിങ് കഴിഞ്ഞ കാഡി നമുക്ക്, അതായത് ഹാർഡ് ഡിസ്ക് ഇൻസൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ കാഡി നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ CD ഡ്രൈവിൻ്റെ ഗ്യാപ്പിലേക്ക് ഇതുപോലെ ഇൻസൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ഒരു ഹാർഡ് ഡിസ്ക് നമുക്ക് എക്സ്ട്രാ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇനി വേണ്ടത് നമ്മുടെ പഴയ CD ഡ്രൈവിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഇപ്പോൾ വെച്ചിരിക്കുന്ന കാഡിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് അസംബ്ലിങ് ഏകദേശം കംപ്ലീറ്റ് ആവും. ചെറിയൊരു ലോക്കാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ലോക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് ഫ്രെയിം ഇങ്ങോട്ട് പോരും. ആ ഫ്രെയിം എടുത്തിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ CD ഡ്രൈവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അതങ്ങ് ഫിക്സ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലെ റാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു, അതുപോലെ HDD മാറ്റി SSD ആക്കി മാറ്റി. പകരം നമ്മുടെ CD ഡ്രൈവിൻ്റെ സ്ഥാനത്ത് പഴയ ഹാർഡ് ഡിസ്ക് കാഡിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിച്ചു. ഇത്രയുമാണ് നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്ത മാറ്റങ്ങൾ. ഇനി എപ്പോഴെങ്കിലും നമുക്ക് CD ഡ്രൈവ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന കാഡി ഇതുപോലെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ കഴിയും. ആ സ്ഥാനത്തേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച CD ഡ്രൈവ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് CD ഡ്രൈവ് നമുക്ക് സാധാരണ പഴയത് ഉപയോഗിക്കുന്ന പോലെ തന്നെ മുമ്പ് ഉപയോഗിച്ച പോലെ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ഇതുപോലെ CD ഡ്രൈവ് റീപ്ലേസ് ചെയ്തിട്ട് കാഡി ഇൻസേർട്ട് ചെയ്ത് നമുക്ക് വീണ്ടും ഈ ഹാർഡ് ഡിസ്ക് അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും. ഇനി നമുക്കിതിൻ്റെ നേരത്തെ മാറ്റിവെച്ച ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. ബാറ്ററി ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നും കൂടെ നമുക്ക് അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട്. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബയോസിൽ കയറിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം കാണുന്ന ബയോസ് വെർഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബയോസ് വെർഷനിൽ നമുക്ക് കാണാം നേരത്തെ ഉണ്ടായിരുന്ന 2048 MB സിസ്റ്റം മെമ്മറി ഇപ്പോൾ അത് മാറി 6144 MB ആയി മാറിയിരിക്കുന്നു. അതായത് സിസ്റ്റത്തിൻ്റെ റാം 2 GB നിന്നും 4 GB ആയി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവിൻ്റെ സൈസ് കാണിക്കുന്നത് 480 GB ആണ്. നേരത്തെ ഉണ്ടായിരുന്നത് 320 GB ആണ്. അത് നമ്മുടെ പഴയ HDDൻ്റെ സൈസാണ്. ഇപ്പോൾ കാണിക്കുന്നത് SSDയുടെ സൈസാണ്. അപ്പോൾ നമ്മുടെ ഈ ലാപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് സ്ലോട്ടിൽ ഇട്ടിരിക്കുന്ന മെമ്മറി സ്റ്റോറേജ് ഡിവൈസ് ഏതാണോ അതിൻ്റെ സൈസാണ് ബയോസിൽ കാണിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു ബയോസ് വേർഷൻ ആയിരുന്നെങ്കിൽ 2ൻ്റെ സൈസും കാണിച്ചേനെ. നമ്മുടെ CD ഡ്രൈവിൻ്റെ പകരം ഇട്ടിരിക്കുന്ന 320 GB അതുപോലെ തന്നെ SSDയുടെ സൈസും ഒരുപക്ഷെ കാണിച്ചേനെ. ഇനി നമുക്കിതിൻ്റെ സിസ്റ്റം ഓൺ ചെയ്തിട്ടുള്ള കോൺഫിഗറേഷനാണ് അറിയേണ്ടത്. നമുക്കിതിൽ കാണുന്ന നേരത്തെ 320 GB ഉണ്ടായിരുന്ന ഡ്രൈവുകൾ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ സിസ്റ്റം മാനേജറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് മാനേജ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പുതിയ SSDയുടെ പ്രസൻസ് കാണാം. SSD നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. പഴയ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ അകത്തുള്ള 320 GB OS തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പുതിയ SSDയിലേക്ക് പുതിയൊരു OS ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് ആണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. Windows 10 ആണ് ഞാനിതിനകത്ത് ഇപ്പം ലോഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഓർത്തിരിക്കേണ്ട കാര്യം 2 ഹാർഡ് ഡിസ്കും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അതായത് HDDയും ഉണ്ട്, SSDയും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. മാത്രമല്ല ഒരു ടെസ്റ്റ് ഫയൽ 7 GB സൈസുള്ള ഒരു ടെസ്റ്റ് ഫയൽ ഞാൻ ഇതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് HDDയുടെ ഒരു ഡ്രൈവിലാണ്. ഇനി അവിടുന്ന് അത് കോപ്പി ചെയ്തിട്ട് HDDൻ്റെ തന്നെ മറ്റൊരു ഡ്രൈവിലേക്ക് ഞാനത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആവറേജ് സ്പീഡ് കാണാൻ കഴിയും. അതായത് HDDയുടെ ഒരു ഡ്രൈവിൽ നിന്നും HDDയുടെ തന്നെ മറ്റൊരു ഡ്രൈവിലേക്കാണ് ഞാനിപ്പോൾ ഇത് പേസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നത്. ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു ആവറേജ് സ്പീഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 25 MB ആണ് ആവറേജ് സ്പീഡ് കാണിക്കുന്നത്. അടുത്തതായി ഇനി ചെയ്യാൻ പോകുന്നത് HDDയുടെ ഡ്രൈവിൽ നിന്ന് SSDയുടെ ഒരു ഡ്രൈവിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യണം. ആ സമയത്ത് ഉണ്ടാകുന്ന പെർഫോമൻസ് കൂടി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. നേരത്തെ HDD to HDD കണ്ട ഡാറ്റ റേറ്റിനേക്കാളും ഡബിൾ ഡാറ്റ റേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ കണ്ടത് 25 MB ആണ്. ഇപ്പോൾ അതിന് കാണുന്നത് 50ൻ്റെ മുകളിലുള്ള ഒരു ഡാറ്റ റേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഡാറ്റ റേറ്റ് ഡബിളായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് SSD to SSD ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്ത് പെർഫോമൻസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കിനി ചെക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ ഫയൽ കോപ്പി ചെയ്തിരിക്കുന്നത് SSDയുടെ ഒരു ഡ്രൈവിലേക്കാണ്. ഇനി ആ SSDന്ന് ആ ഫയൽ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് പേസ്റ്റ് ചെയ്യാം. അതായത് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് Cൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ C എന്ന് പറയുന്നതും നമ്മുടെ SSD ആണ്. C OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് C ആണല്ലോ. അപ്പോൾ അവിടേക്കാണ് നമ്മളിനി ഇത് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്തുണ്ടാകുന്ന പെർഫോമൻസ് കൂടി നമുക്കിത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ആവറേജ് ഡാറ്റ റേറ്റ് കാണാം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം 100 മുതൽ 130 വരെയാണ് ഇതിൻ്റെ ആവറേജ് സ്പീഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന 25 MBനേക്കാളും 4 മുതൽ 5 മടങ്ങ് വരെ സ്പീഡ് കൂടിയതായിട്ട് കാണാം. ഇനി ഈ സിസ്റ്റം റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് റീസ്റ്റാർട്ടായി ഓണായി വരുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം ഇതിൻ്റെ OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് SSDയിലാണ്. അപ്പോൾ ആ SSDൻ്റെ പെർഫോമൻസ് നമുക്ക് ഇതിലൂടെ നമുക്ക് വെരിഫൈ ചെയ്യാൻ കഴിയും.
ഏകദേശം 35 സെക്കൻഡുകൾക്കുള്ളിൽ ഈ സിസ്റ്റം റീസ്റ്റാർട്ടായി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം.